ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ അലീനയുടെയും മണിശങ്കറിന്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? ഇനി വരുന്ന ഓരോ ദിവസത്തെ എപ്പിസോഡുകളുണ്ടല്ലോ, ഈ വരുന്ന ഒരാഴ്ചയിൽ നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഒരു തീരുമാനങ്ങളൊക്കെ എത്തുകയാണ് നമ്മുടെ അലീനയുടെ ജീവിതത്തില്. പുതിയ അതിപ്രധാനമായ നിർണായക നിമിഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ വൈജയന്തിയുടെ തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ മുന്നേറുന്ന സീനാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മഴ തോരും മുമ്പേ സീരിയല് ഇനി ഏത് രീതിയിലാണ് പോകുന്നതെന്ന്. എല്ലാ ദിവസവും രാത്രി ഒരു 9-9:30 ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും എന്നാലും കുറച്ച് വൈകി പോകട്ടോ. എന്നാലും ഞാൻ മാക്സിമം നേരത്തെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 6:30 കൃത്യം സാന്ത്വനം 2ന്റെ നാളത്തെ 2 ദിവസത്തെ നാളത്തെ മറ്റന്നത്തേക്ക് ബേസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറി നമ്മൾ പ്രൊമോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, സ്കിപ്പ് അടിക്കാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ ഗോവർദ്ധനും കൂടെ നമ്മുടെ സ്റ്റാൻലിയെ തേടിയുള്ള യാത്ര തുടരുകയാണ്. അപ്പോ ഗോവർദ്ധനോട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് എന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് ആരാണെന്ന് പോലും ശരിക്കും ബാലചന്ദ്രൻ അറിയില്ല. കാരണം നീലഗിരിയിൽ പോയി ഗംഗാധരനെ കണ്ടതിന് ശേഷമാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ. സ്റ്റാൻലി എന്ന് പറയുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ അവര് യാത്ര ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം നമ്മുടെ ബാലചന്ദ്രൻ കുറെ കാര്യങ്ങളൊക്കെ ഇനി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു കുപ്പിക്കകത്ത് ഒരു ഭൂതമുണ്ട്. ആ ഭൂതം പുറത്തിറങ്ങി കഴിഞ്ഞാല് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നതെന്നും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കഥ പോലെ പറയണത്. അപ്പൊ ഗോവർദ്ധന് സത്യം പറഞ്ഞ ഇതെന്താ ഈ ബാലേട്ടൻ പറയണത് എന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ ബാലചന്ദ്രൻ പറയണത് അവന്റെ പൊരുള് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ അലീന നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തി നെടുമ്പുരയ്ക്കലോട്ട് കാലെടുത്ത് വെക്കും. ഈ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഭൂതമായ വൈജയന്തി അനുഭവിക്കേണ്ടി വരുന്ന കഠിന പരീക്ഷണങ്ങൾ അതീവമായിരിക്കും. കാരണം പിന്നെയാണ് ഈ ബാലചന്ദ്രൻ ആരാണെന്ന് കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തി അറിയാൻ പോണത്. കാരണം വൈജയന്തിയെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ഗോവർദ്ധന ഇങ്ങനെ ആലോചിക്കുന്നു, ഈ ബാലേട്ടൻ എന്തൊക്കെയാ ഈ പറയണത്. എന്തായാലും ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസ് ആണ് ഈ പറയുന്നത് എന്നുള്ളത് ഗോവർദ്ധന് മനസ്സിലായി. ഇതിനൊരു അന്തിമം വേണമല്ലോ. അപ്പൊ ഗോവർദ്ധനം പതുക്കെ ഇരുന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, ബാലേട്ടന് 3 മക്കളുണ്ട്. നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫാമിലി ആകുമ്പോൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഒന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. കാരണം 3 മക്കളുടെ ഭാവി ഓർത്തെങ്കിലും എന്നിങ്ങനെ പറഞ്ഞതും ബാലചന്ദ്രന്റെ സ്വഭാവം അങ്ങോട്ട് മാറിയില്ലേ. നീ എന്റെ സൈഡ് നിൽക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തന്ന് എന്റെ കൂടെ നിർത്തണത്, അതോ അവളുടെ സൈഡ് നിൽക്കാനാണോ? നീ ഞാൻ പറയുന്ന പോലെ എന്റെ കൂടെ എന്നോട് ചേർന്ന് നിൽക്കേണ്ട ആളാണ് നീ. അല്ലാണ്ട് നീ വേറെ ന്യായങ്ങളൊന്നും പറയണ്ട. നീ കണ്ടോ ഗോവർദ്ധന, അലീന എന്ന് ആ വീട് വിട്ട് ഇറങ്ങുന്നുവോ അന്ന് വൈജയന്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നീ കണ്ടോ. അപ്പോഴേക്കും ഗോവർദ്ധന് കാര്യം മനസ്സിലായി. ഇതെന്തായാലും ഒരറ്റം ചെന്ന് എത്തിമുട്ടണ മട്ടൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഗോവർദ്ധന കൂടുതലായിട്ട് നമ്മുടെ ബാലചന്ദ്രനെ പറഞ്ഞ് മൂർജിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോയതുമില്ല. എന്നിട്ട് ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരു ഇതും കുട്ടികളുടെ ഭാവിയും വെച്ച് മാത്രമാണ്. അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു, ഗോവർദ്ധന നീ കാര്യം എന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ തന്നെയാണ്. ആ ബന്ധത്തിന് പുറമെ നീ എന്റെ പണിക്കാരനുമാണ്. നിനക്ക് ഞാൻ ശമ്പളം തരുന്നത് എന്റെ കൂടെ എന്ത് കേസിനും, കൊല്ലാനാണെങ്കിലും എന്തിനാണെങ്കിലും നീ എന്റെ ഒപ്പം അങ്ങ് നിന്നോണം. അത്ര മാത്രം നീ ചെയ്താൽ മതി. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ടാ അത് പറയേണ്ട കാര്യമുണ്ടോ? തല്ലാനായാലും ശരി, കൊല്ലാനായാലും ശരി, എന്തിനാണെങ്കിലും എന്തിനും ബാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ ഗോവർദ്ധനൻ ആ വിളിപ്പുറത്തുണ്ടാവും എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീണ്ടും യാത്ര തുടങ്ങിയാണ്.
അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഏഷ്യാനെറ്റ് പ്രൊമോയില് വരുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയെ കാണിക്കുന്ന തന്നെ ഒരു രണ്ട് സൈഡിലായിട്ട് ഒരു 10ഓളം പട്ടി, ഒരു 4-5 എണ്ണം വെച്ചിട്ടൊക്കെ ഉള്ള ഒരു പട്ടിയെയും പിടിച്ചുകൊണ്ട് ബെൽറ്റിലിട്ട് പിടിച്ച് അങ്ങനെ പോണ ഒരു ഭയങ്കരനായ ഒരു ഒരു എന്താ പറയണ ഒരു എന്താ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ഭയങ്കരമായ ഒരു വില്ലൻ റോളൊക്കെ ചെയ്യണ പോലെയുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് അതിന് അത്രയും ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അല്ലെ, സ്റ്റാൻലി ആരാണെന്നും സ്റ്റാൻലിയുടെ പവർ എന്താണെന്നും എങ്ങനത്തെ ഒരാളാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ അവര് യാത്ര തുടരുകയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിലോട്ടൊക്കെ പോകാനുള്ള ഒരുക്കങ്ങളുമായി അവര് യാത്ര ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവിടെ എത്തുന്ന സമയം എത്താറാവുമ്പോൾ നമ്മുടെ രോഹിത്തിനൊക്കെ ഒരു ഇതുണ്ട്. കാരണം അലീന പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് ചെല്ലുമ്പോ തന്നെ രേവതിക്കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ അങ്ങനെയാണ്, കാരണം വെച്ചാൽ അത്രയ്ക്ക് കൊതിയോടെ കാത്തിരിക്കുകയാണ് അവള്. കാരണം ഞാൻ പോയിട്ട് കുറെ നാളായി, അപ്പൊ നിങ്ങളും കൂടെ വരുന്നു എന്ന് കേട്ടപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ രീതിയിലൊക്കെയാണ് വണ്ടിയിലിരുന്ന് നമ്മുടെ അലീന അവരെടുത്ത് 3 പേരെടുത്തും പറഞ്ഞു പോണത്. അപ്പം രോഹിത്തിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, താൻ ചെല്ലുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ രേവതി കുട്ടിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേസ് അമ്മയും മാമച്ചനും പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ അത് പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം രേവതി കുട്ടി എന്തൊക്കെയാ ഒരുക്കങ്ങൾ ഒരുക്കുന്നേ. കാരണം അവര് വരുന്നു, അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം, കിടക്കാനുള്ള സൗകര്യങ്ങളും അറേഞ്ച്മെന്റും. കാരണം ഇത്രയും വലിയ വീടാണല്ലോ, പിന്നെ അതിന് സൗകര്യക്കുറവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഗ്രേസ് അമ്മ പറയണത്, അല്ല നീ എന്താ ഇങ്ങനെ തൂങ്ങി വലിഞ്ഞൊക്കെ നിൽക്കണത്, ഇന്ന് അലീന വരുന്ന ദിവസമില്ല, അലീന ചേച്ചിയോ വരുന്നോ എന്ന മട്ടിൽ പതുക്കെ രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നില്ല, ഇന്ന് അവരൊക്കെ വരുന്ന ദിവസമല്ലേ, പിന്നെ നിനക്കെന്താ ഒരു ഉഷാറില്ലാതെ. അപ്പോഴേക്കും രേവതിക്കുട്ടി വലിയ ഹെഡ് വെയിറ്റ് ഇട്ട് ഇങ്ങനെ എന്നോടൊന്നും ഇപ്പൊ ആരും വിളിക്കാറുമില്ല, എന്നോട് ആരും പറയാറുമില്ല എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു, ഇനിയിപ്പൊ അലീന വന്ന് ഇറങ്ങിയാലോ, പിന്നെ നമ്മളെയൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യോ എന്നുള്ള രീതിയിൽ ഗ്രേസമ്മ പറയുന്നുണ്ട്. അപ്പൊ രേവതികുട്ടിക്ക് അറിയാം, കാരണം അലീന ചേച്ചി വന്നു കഴിഞ്ഞാല് പിന്നെ നിലത്ത് വെക്കില്ല അലീനനെ എന്ന രീതിയിൽ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവര് കാത്തിരിക്കണം. അപ്പൊ രേവതിക്കുട്ടി എന്തായാലും രേവതിക്കുട്ടീനെ അലീന ഡയറക്റ്റ് വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ, വരുന്ന കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു, എന്നാലും തന്നെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല, ഇന്ന് രാവിലെ വരുന്നില്ല, ഇറങ്ങിയോ എന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല, എന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഒരു 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 എന്താ പറയണം, ഒരു ഇച്ചിരി ചെല്ലൊക്കെ കുഴഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരൊക്കെ എത്തുകയാണ്. അങ്ങനെ അവര് വീട്ടിലെത്തുകയാണ്, രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടില്. ആ വീടൊക്കെ കണ്ടിട്ട് രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ ബബിതയൊക്കെ അന്താളിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ വീട്ടിലാണോ രേവതിക്കുട്ടി കഴിയുന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ അലീന പറഞ്ഞു, ഇത്രയും വലിയ വീടാണ് അവരെ വീടൊക്കെ, മാമച്ചന്റെയും ഗ്രേസമാന്റിയുടെയും വീടൊക്കെ വലിയ വീടാ എന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവര് വീട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന കുറച്ചു നേരമായിട്ട് കാറ് വന്നു. കാറിന്റെ ഹോണൊക്കെ കേട്ട സാധാരണ രീതിക്ക് രേവതിക്കുട്ടി ഓടി വരേണ്ടതാണ്, പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് രോഹിത്തിന്റെ മനസ്സിൽ, ഞാൻ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ അവരെല്ലാരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്ത് ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കണം. അപ്പം നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു, അല്ല രോഹിയേട്ടൻ എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്, ഇറങ്ങണയൊന്നുമില്ലേ? അപ്പൊ പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങണില്ല, ചിലപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് വല്ല ഇഷ്ടപ്പെടായി എന്തെങ്കിലും വന്നാലോ. അപ്പോഴേക്ക് അലീന പറഞ്ഞു, ദേ എന്റെ കയ്യിന്ന് മേടിക്കും, നീ മര്യാദക്ക് നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോണോന്ന് പറയും. അപ്പോഴേക്കും അല്ല അലീന ചേച്ചി, നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ, എന്നിട്ട് നിങ്ങൾ വരുന്ന ദിവസം ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാന്ന് പറയും. നീ എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കോട്ടോ രോഹിത്തെ എന്ന് പറയണ കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ മനുശങ്കർ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സീൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ അത് ഇന്നത്തേല് വന്നിട്ടില്ല. അപ്പൊ അത് മിക്കവാറും നാളത്തേല് ആ സീൻ ഉണ്ടാകും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ മനു വിളിക്കണം. അപ്പോഴാണ് അലീന പറയുന്നത്, അതെ ഞങ്ങൾ ഇവിടെ രേവതിക്കുട്ടിയുടെ വീട്ടിലാണ്. അപ്പൊ പറഞ്ഞു, ഓഹോ അപ്പൊ എന്നെ ഒന്നും വേണ്ട, നമ്മളിപ്പം വെറും ലോക്കലായി, അതുകൊണ്ടല്ല മനുവേട്ടൻ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, പക്ഷെ പിന്നെ രോഹി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ 3 പേരും കൂടെ പോകുന്നല്ലോ, ഒരു 2
3 ദിവസത്തെ ട്രിപ്പ്. എന്തായാലും അച്ഛൻ വീട്ടിൽ ഇല്ലല്ലോ, അപ്പൊ അച്ഛനും ഒരു ടൂറും ബിസിനസ് ആവശ്യമായിട്ടൊക്കെ പോയിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. എന്നാലും ഞാനും കൂടെ വരായിരുന്നു, നീ ഒന്ന് മുന്നേ വിളിച്ചെങ്കിൽ ഞാനും വന്നനേന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അലീന പറഞ്ഞു സാരമില്ല, എന്തായാലും രോഹിത് ഉണ്ടല്ലോ, ഇനി ഒരിക്കലാവാന്ന് പറഞ്ഞ് ഫോൺ വെക്കാണ്. അങ്ങനെ അവര് വന്നറിഞ്ഞ് നമ്മുടെ ഗ്രേസ് അമ്മ ഇറങ്ങി വരേണ്. അപ്പൊ കയറി വാ മക്കൾ എല്ലാരും വാ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് അമ്മയൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്കണം. അല്ല ഇവിടത്തെ ആൾ എന്തേ എന്ന രീതിയിൽ അലീന ചോദിക്കാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ കണക്ക് എന്ന് ഗ്രേസ് അമ്മ പറഞ്ഞു. കാരണം രേവതി കുട്ടി ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ ആയിട്ട് അകത്ത് ഒളിച്ചു നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അലീന ചെന്ന് കണ്ടുപിടിച്ച് പിന്നെ ഒന്ന് കൊഞ്ചിക്കാനൊക്കെ ഉണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചു നിൽപ്പാണ് കേട്ടോ. അങ്ങനെ രേവതി കുട്ടി പോയി റൂമിൽ ഒളിച്ചു നിൽക്കുന്നത്. അപ്പൊ അകത്ത് കയറി അങ്ങനെ മാമച്ചനൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ബബിതയുടെ അടുത്തും രോഹിയുടെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അവര് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, മാമച്ചനും ഗ്രേസ് അമ്മയും കൂടെ. അച്ഛനെ എങ്ങോട്ടാ പോയിക്കണേ, ബിസിനസ് ആവശ്യത്തിനാന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ മക്കളെ, വിശക്കുന്നുണ്ടോ, വെള്ളമൊക്കെ എടുക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ സംസാരിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അലീന, അതെ ഞാനൊന്ന് അവളെ പോയി നോക്കട്ടെ. അപ്പൊ നമ്മുടെ ഗ്രേസ് അമ്മ പറഞ്ഞു അവള് മിക്കവാറും വാഷ്റൂമിലായിരിക്കും, നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞുവെങ്കിൽ ഇവിടെ വീട് മലർത്തി അടിക്കേണ്ടതാണ്, വീട് എപ്പോഴേ തിരിച്ചു വെച്ചേനെ. അപ്പൊ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ രേവതി കുട്ടിയെ നോക്കി അലീന അകത്തോട്ട് ഇങ്ങനെ പോകണം കേട്ടോ. അകത്ത് ചെന്നിട്ടും രേവതിയെ കണ്ടില്ല. അപ്പൊ രേവതി കുട്ടിയെന്ന് വിളിച്ചിങ്ങനെ ചെല്ലണം, കണ്ടില്ല. അപ്പോഴാണ് അലീനയുടെ കണ്ണി പെടുന്നത് കേട്ടോ. രേവതി കുട്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ച് മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും പുറകുവശത്തൂടെ ചെന്നിട്ട് രേവതി കുട്ടീനെ ഇങ്ങനെ കണ്ണങ്ങ് പൊത്തി പേടിപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും രേവതി കുട്ടി പൊക്കോ, എന്റെ അടുത്ത് ആരും മിണ്ടണ്ട, ഞാൻ ആരോടും കൂട്ടൂല, എന്നോട് ഒരു കാര്യം കൃത്യമായിട്ട് വിളിച്ചു പറയില്ല, ഇറങ്ങാൻ സമയത്തൊന്നും എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 100 പരാതികളാണ്. എടി ഞങ്ങൾ ഇങ്ങ് എത്തിയില്ലേ, ഇനി എന്തിനാണ് നീ ഈ പരിഭവം കാണിക്കണേ എന്ന രീതിയിലൊക്കെ പറഞ്ഞിങ്ങനെ അലീന രേവതി കുട്ടീന്റെ പിണക്കം മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും രേവതി കുട്ടിക്ക് ഇനി 2-3 ദിവസം ഭയങ്കര രസമായിരിക്കും. കാരണം അലീനയുണ്ട്, അലീനയുടെ അനിയനുണ്ട്, 2 അനിയത്തിമാരുണ്ട്, അങ്ങനെ അടിച്ചു പൊളിക്കും അവര് കുറച്ച് ദിവസം. 2-3 ദിവസമെങ്കിലും മിക്കവാറും നിൽക്കും. ഇനി വരുന്ന ആഴ്ചകളിലും മിക്കവാറും അലീനയുടെയൊക്കെ വിശേഷങ്ങളായിരിക്കും കൂടുതലും കാണിക്കുക. പിന്നെ നമ്മുടെ വൈജയന്തി പറയാനില്ലല്ലോ, നമ്മുടെ കമല രണ്ടും കൽപ്പിച്ച് തന്നെ കമല ഫൈറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായി തീരും എന്നുള്ളത് കണ്ടറിയാം. മിക്കവാറും വൈജയന്തി അവിടെ നിന്ന് മടക്കി കെട്ടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇനി വാടക വീട് എടുത്ത് മാറാനാണ് സാധ്യത. കാരണം തോറ്റ് നെടുമ്പുരയ്ക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടോ. അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പിന്നെ നമ്മുടെ ഹരിയുടെ ജാമ്യത്തിന്റെ കേസൊക്കെ അടുത്ത് വരെയാണ്. അപ്പൊ ഇനിയിപ്പോ ശരണ്യ കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് എങ്ങനെയാണ് മൊഴി പറയണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിന്റെ നാളത്തെ പ്രൊമോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, താങ്ക് യു.